നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവരെയും സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാളെ നമ്മുടെ ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം വീടുകളിലും സ്കൂളുകളിലും നാം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ദേശീയ പതാകയുടെ ചരിത്രവും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാക എന്നാണ് അറിയപ്പെടുക. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തിരശ്ചീന തലത്തിലാണ് കാണപ്പെടുന്ന പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക. അതിൻ്റെ മറ്റൊരു പ്രത്യേകത വെള്ള നിറത്തിന് നടുവിൽ കാണുന്ന അശോക ചക്രമാണ്. 24 ആരക്കാലുകളുള്ള നീല നിറത്തിൽ കാണപ്പെടുന്ന അശോക ചക്രം ഇന്ത്യൻ ദേശീയ പതാകയെ മറ്റു പതാകകളിൽ നിന്നും വ്യത്യസ്തമായി നിലനിർത്തുന്നു. ഇന്ത്യൻ ദേശീയ പതാക അത് അംഗീകരിക്കപ്പെട്ടത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗത്തിൽ നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാക അതിൻ്റെ ഇന്നത്തെ രൂപത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളോടുകൂടി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ ദേശീയ പതാക ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 നമുക്കറിയാം, ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. അന്നാണ് നമ്മുടെ ദേശീയ പതാക ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അതിൻ്റെ വലുപ്പം 3:2 അതാണ്. അതിൻ്റെ നീളവും വീതിയും 3:2 എന്ന അനുപാതത്തിലായിരിക്കണം നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മുടെ 2002 നിലവിൽ വന്ന നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, അതിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് വേണം ദേശീയ പതാക നിർമ്മിക്കാനും അതിനുള്ള തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കാനും അത് ഉപയോഗിക്കാനും അത് നിർമ്മാർജ്ജനം ചെയ്യാനും. ഇനി ഏതെങ്കിലും തരത്തിൽ ദേശീയ പതാക ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതെങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്, നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അതും നമ്മുടെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. ദേശീയ പതാകയുടെ ഉപയോഗത്തിലും അതിൻ്റെ കൈകാര്യം ചെയ്യുന്നതിലും തെറ്റുവരുത്തുകയും ദേശത്തെ അപമാനിക്കുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷ 3 വർഷം തടവും പിഴയുമാണ്. ഇത് രണ്ടും കൂടിയോ ലഭിക്കാം. നാം മനഃപൂർവ്വം ചെയ്യുന്ന ദേശീയ പതാകയെ അപമാനിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അല്ല ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അനുസരിച്ച് ഉള്ള ശിക്ഷകളും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാക അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശരിയായ വലുപ്പം, ശരിയായ നിറം, ശരിയായ രീതി, ശരിയായ തുണി, ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കാനും നാം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ദേശീയ പതാകയ്ക്ക് ഉപയോഗിക്കാവുന്ന തുണിത്തരങ്ങൾ? ഖാദിയാണ് നമ്മുടെ ദേശീയ പതാകയുടെ തുണിത്തരമായി മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ അതിൻ്റെ ഇനം. എന്നാൽ കോട്ടൺ, സിൽക്ക്, ഊള് തുടങ്ങിയ തുണികളും നമുക്ക് ഉപയോഗിക്കാൻ അനുവാദം ലഭിച്ചിട്ടുണ്ട്. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യക്ക് മുൻപ് ദേശീയ പതാക ദേശീയ ദിനങ്ങളിലല്ലാതെ മറ്റ് ദിനങ്ങളിൽ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ 2002 നിയമപ്രകാരം ദേശീയ ദിനങ്ങളിൽ ഉൾപ്പെടെ മറ്റു ദിനങ്ങളിലും അതിൻ്റെ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് അതിനെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നമുക്ക് ഏതു ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിലും ദേശീയ പതാക പ്രദർശിപ്പിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. ദേശീയ പതാക സ്ഥാപിക്കേണ്ടത് ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കൊടിമരത്തിലായിരിക്കണം. ദേശീയ പതാകയോടൊപ്പം മറ്റ് പതാകകളൊന്നും തന്നെ പ്രദർശിപ്പിക്കാൻ പാടില്ല. ദേശീയ പതാക ആ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായി ഉയർത്തി നിർത്തേണ്ടതാണ്.
അതുപോലെ തന്നെ പതാക ഉയർത്തുമ്പോൾ ആ പതാകയുടെ കളറുകൾ ശരിയായ രീതിയിലായിരിക്കണം. ഏറ്റവും മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, താഴെ പച്ച നിറം. അതുപോലെ തന്നെ ദേശീയ പതാകയെ മറയ്ക്കുന്ന ഒന്നും തന്നെ അത് സ്ഥാപിക്കുന്ന സ്ഥലത്തുണ്ടാകാൻ പാടില്ല. ദേശീയ പതാക ഉയർത്തുമ്പോൾ വേഗത്തിലും താഴ്ത്തുമ്പോൾ സാവധാനവും വേണം ചെയ്യാൻ. മറ്റൊരു കാര്യം, ദേശീയ പതാക ഒരു വസ്തുവും പൊതിയാനോ എന്തെങ്കിലും സാധനങ്ങൾ മറയ്ക്കാനോ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ദേശീയ പതാക നമുക്ക് ഉയർത്തുമ്പോൾ അതിനുള്ളിൽ ഫ്ലവേഴ്സ് വെക്കാനായിട്ട്, പൂക്കളൊക്കെ വെക്കാനുള്ള അനുവാദം ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ പതാക ഏതെങ്കിലും തരത്തിൽ നിറം മങ്ങിയതോ കേടുപാട് സംഭവിച്ചതോ കീറിയതോ ആകാൻ പാടില്ല. ദേശീയ പതാകയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പതാക ഉയർത്താനായിട്ടും പ്രദർശിപ്പിക്കാനായിട്ടും പാടില്ല. അതുപോലെ തന്നെ ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊതുവായി ഉയർത്തുമ്പോൾ ഒരു പ്രതിജ്ഞ ഉണ്ടാകേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ദേശീയ ഗാനവും ഉണ്ടാകേണ്ടതാണ്. ദേശീയ പതാകയെ നമ്മുടെ പ്രദർശനത്തിനോ പരസ്യത്തിനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനോ അത് നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ട് ഉള്ള വസ്ത്രങ്ങളിൽ ഉപയോഗിക്കാനോ ചെരുപ്പിൽ അല്ലെങ്കിൽ നാപ്കിൻ നമ്മുടെ തൂവാലകളിലൊന്നും അത് മുദ്രണം ചെയ്യാനോ അങ്ങനെയുള്ള അതിന് ബഹുമാനം നൽകാത്ത ഒരു ഉപയോഗവും പാടില്ല. ഇങ്ങനെ മനഃപൂർവ്വം ദേശീയ പതാകയെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. ദേശീയ പതാക ഉയർത്തേണ്ട സമയം സൂര്യോദയത്തിന് ശേഷവും അത് സൂര്യാസ്തമയത്തിന് മുമ്പായി അത് താഴ്ത്തുകയും വേണം. ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയ പതാക ഉപയോഗശേഷം അതിനെ ആദരവോടുകൂടി അതിനെ മടക്കി നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ അത് കേടുപാട് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കത് മറവ് ചെയ്യാവുന്നതാണ്, ആദരവോടുകൂടി മറവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ദേശീയ പതാകയെ അലക്ഷ്യമായി മണ്ണിലേക്ക് വലിച്ചെറിയുക, വെള്ളത്തിലേക്ക് വലിച്ചെറിയുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നത് കുറ്റകരമാണ്, അത് ശിക്ഷാർഹമാണ്. അപ്പം നമ്മൾ ദേശീയ പതാക സ്കൂളുകളിൽ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ സ്കൂളുകളിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റാലികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയ പതാകയെ നിലത്തിടാനോ ചവിട്ടാനോ അതിനെ വെള്ളത്തിലെറിയാനോ വേസ്റ്റ് കൂട്ടത്തിലിടാനോ ഒന്നും പാടില്ല. ദേശീയ പതാകയെ സുരക്ഷിതമായി അതിനെ സൂക്ഷിച്ചു വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി അത് മറവ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദേശീയ പതാക നമ്മുടെ ദേശത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ ദേശത്തിൻ്റെ ചിഹ്നമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ദേശീയതയുടെ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ ദേശീയ പതാക, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എന്നും വാനിൽ ഉയർന്നു പറക്കട്ടെ. ഇന്ത്യ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തട്ടെ. നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് അത് പറന്നുയരട്ടെ. നമ്മുടെ ദേശീയ പതാക എല്ലാ പതാകകൾക്കും മുകളിൽ പാറിക്കളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ വീണ്ടും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത് മാതാ, ജയ് ഹിന്ദ്, വന്ദേ ഭാരതം.